വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പുതിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നമുക്ക് ചപ്പാത്തിനേക്കാളും ടേസ്റ്റുള്ള, പക്ഷേ ചപ്പാത്തി ആണോ എന്ന് വെച്ചാൽ ചപ്പാത്തി ഇല്ല, അങ്ങനത്തെ ഒരു നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് മുട്ടക്കറിയോ ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം. ഇനിയിപ്പോൾ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത്രയ്ക്ക് ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ ഇത്ര സോഫ്റ്റായിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ഉള്ളൊക്കെ നന്നായി വെന്തിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്നും നമ്മൾ ചപ്പാത്തിയോ അല്ലെങ്കിൽ പുട്ടോ ഒക്കെ ഉണ്ടാക്കിയവർക്കൊന്നും വ്യത്യസ്തമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. നിങ്ങളെല്ലാവരും ഒന്ന് ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾ ഈ ചാനലൊന്ന് കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാതെ എങ്ങനെ ഉണ്ടാക്കുമെന്ന് കാണിച്ചു തരാം. ഞാനൊരു ബൗളിലേക്ക് ഒരു മൂന്നിലൊരു ഭാഗം കുറച്ച് വെള്ളം, ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു സ്പൂണ് ഈസ്റ്റും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഇതൊന്നൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് പൊങ്ങി വരും. നമുക്ക് തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് പൊങ്ങി വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ടൈം വെക്കുക. അപ്പോൾ നന്നായി പൊങ്ങി വന്നതിന് ശേഷം ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി നോക്കുക. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് കുഴയ്ക്കാനുള്ളതാണ്, മാറ്റി വയ്ക്കാം. പിന്നെ 2 കപ്പ്, ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് മൈദ ആണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇനി മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി എടുക്കാം കേട്ടോ. 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിടുന്നത് ഒന്ന് സ്കിപ്പായി പോയതാണ് വീഡിയോയിൽ. നിങ്ങൾക്ക് ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ, ഞാനിവിടെ ഒലീവ് ഓയിലാണ് ഒഴിച്ചത്, നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ആ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം പൊടി. അപ്പോൾ ഈ ഓയിലും ഉപ്പും കൂടി എല്ലാ സ്ഥലത്തേക്കും വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഈസ്റ്റും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പൊടി കുഴച്ച് കൊടുക്കുകയാണ്. ആദ്യം ഇതുപോലെ കുഴച്ച് എല്ലാ സ്ഥലത്തേക്കും എത്തുന്ന പോലെ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഉപയോഗിക്കാം. ഇളം ചൂടുവെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം. ഞാനിവിടെ പാൽ വെച്ചിട്ടാണ് ഇത് കുഴച്ചെടുത്തത്. പാൽ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ ഇളം ചൂടുള്ള പാൽ വെച്ചിട്ട് ഇതിലേക്ക് കുഴച്ചെടുക്കുക. പാൽ വെച്ച് കുഴച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഞാൻ പാൽ വെച്ച് എല്ലാം കുഴച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് നല്ല തണുത്ത ടവലുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലും ഇങ്ങനെ ഇതുപോലെ അടച്ച് വയ്ക്കാം. ഞാൻ ക്ലിംഗ് റാപ്പ് കൊണ്ടാണ് അടച്ചു വെച്ചത്. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് നോക്കാം. അപ്പം നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാകും. ഇനി തണുപ്പുള്ള സ്ഥലങ്ങളിലേക്കാണ് ഒരു 1.5-2 മണിക്കൂറൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഈ മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നന്നായി പൊങ്ങി വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഡബിളായിട്ട് പൊങ്ങി വരും മാവ്. അപ്പം നിങ്ങൾ ടൈമിനനുസരിച്ച് നിങ്ങൾക്കൊന്ന് അത് വെക്കാം. പിന്നെ കൈ കൊണ്ടൊന്ന് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് കുഴച്ചിട്ട് പിന്നെ ചപ്പാത്തി പലകയിലിട്ടിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് 6 ചപ്പാത്തി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 6 എണ്ണത്തിനാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ വല്ലാതെ നൈസ് വേണ്ട. ഇനി നിങ്ങൾക്ക് വളരെ ചെറിയതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 4 എണ്ണോ 5 എണ്ണോ ഒക്കെ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ മീഡിയം വലുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 എണ്ണമായിട്ടാണ് ഞാൻ നടു മുറിച്ചിട്ട് 3 എണ്ണമായിട്ട്, അപ്പോൾ 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. ബാക്കി 1 എടുത്തിട്ട് ബാക്കി എല്ലാം ഒന്ന് ഓയിൽ പരട്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. പിന്നെ അതിന് വേണ്ടത് ബട്ടറും, പിന്നെ വേറൊരു പാത്രത്തിൽ ചെറിയൊരു ബൗളിലേക്ക് മെൽറ്റ് ചെയ്ത ബട്ടർ തന്നെ ഇടണം. മെൽറ്റ് ചെയ്ത ബട്ടർ, പിന്നെ കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല ചെറുതായിട്ട് നന്ന ചെറുതായിട്ട് കട്ട് ചെയ്യണം. പിന്നെ കുറച്ച് ഉപ്പ്, അൺസാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ നിങ്ങൾ ഉപ്പിടണം, അല്ലെങ്കിൽ ഉപ്പിടണ്ട കേട്ടോ. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ഉപ്പിടുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ചപ്പാത്തിയുടെ പലക സാധാരണ ചപ്പാത്തി പരത്തുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. പിന്നെ ചപ്പാത്തി വളരെ തിന്നായിട്ടാണ് നമ്മൾ പരത്തുക. ഇത് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തുക, റൗണ്ട് ഷേപ്പ്, നല്ല ഷേപ്പോട് കൂടിയിട്ട്. ഇനി ഷേപ്പൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പാത്രം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താലും മതി. ഇത് മൈദ ആയതുകൊണ്ട് ഒന്ന് വലിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗോതമ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇതുപോലെ ഞാൻ റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് പരത്തിയിട്ട് ഒരു
പാത്രം വെച്ചിട്ട് ദോശക്കല്ല് വെച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഭാഗം നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ പിന്നെ ഒന്ന് മറിച്ചിടുക. ഇപ്പോൾ ഓയിലൊന്നും ഒഴിക്കരുത്, അത് നിങ്ങൾ നോക്കണം. തീരെ ഓയിലോ ഒന്നും ഒഴിക്കാതെ മറിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി മറിച്ചിടുക. അങ്ങനെ ഇത് 2 ഭാഗം കരിയാതെ, പക്ഷെ ഉള്ളു നന്നായി വേവും വേണം. കുറച്ച് കട്ടിയുള്ളതുകൊണ്ട് ഉള്ളു നന്നായിട്ട് വേവും വേണം. അതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ആ ഒരു നമ്മൾ ചട്ടകം എടുത്തിട്ട് നല്ല പ്രസ് ചെയ്തിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ പൊങ്ങി വരുന്നത് കാണാം. കണ്ടോ? ഈ പൊങ്ങി വരുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഉള്ളിൽ നന്നായി വേവ് കിട്ടിയിട്ടുണ്ട് എന്ന്, വെന്ത് വരുന്നുണ്ടെന്ന്. പിന്നെ ഒന്ന് മറിച്ചിടുക. പിന്നെ ഇതുപോലെ എനിക്കൊരു ഭാഗം ഇതുപോലെ ഒന്ന് കളറ് കുറച്ച് കൂടുതലായിപ്പോയി. അപ്പോൾ അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. മെല്ലെ ഒരു സിമ്മിൽ, ഗ്യാസ് നല്ല സിമ്മിലാക്കിയിട്ട് ഇത് ചുട്ടെടുക്കാൻ നോക്കുക. അപ്പോൾ ഉള്ളിൽ നന്നായി വേവും ചെയ്യും, പുറഭാഗം കരിയൂല്ല. എന്നിട്ട് പാത്രത്തിലേക്ക് ഇത് വാങ്ങിച്ച് വെച്ചിട്ട് വേണം ഈ മല്ലിച്ചപ്പിൻ്റെയും ഈ ബട്ടറിൻ്റെയും മിക്സ് 2 ഭാഗത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നല്ലൊരു സ്മെല്ലാണ്, മല്ലിച്ചപ്പാണല്ലോ ഉള്ളത്. പിന്നെ നല്ലൊരു ചില്ലി ഫ്ലേക്സും കൂടി ഉള്ളതുകൊണ്ട് നല്ല ഒരു കുറച്ച് എരിവും ഒക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഓയിലിൽ ഇതുപോലെ ചെയ്യാം. ഇനി ഓയിലും ബട്ടറും ഒന്നും വേണ്ടാത്തവർക്ക് വെറും ചപ്പാത്തി ഇതുപോലെ തന്നെ കഴിക്കാം. പിന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ആയിട്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. പിന്നെ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മളെ വീട്ടിൽ ഗസ്റ്റോ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി, എപ്പോൾ ചപ്പാത്തി അല്ലെങ്കിൽ പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ വരുന്നവർക്കും നല്ല ഇഷ്ടപ്പെടും, നമുക്ക് കൊടുക്കുന്നവർക്കും നല്ലൊരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയൊക്കെ വ്യത്യസ്തമായ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് എൻ്റെ ചാനൽ ഇപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഒരു പ്രാവശ്യം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്തായാലും ഇത് ചെയ്യുമെന്ന് എനിക്കറിയാം, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും കാണുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിൽ താങ്ക് യു.